Hi guys, welcome back to my channel. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റംദാൻ. ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് പാത്രത്തിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് തൈര്, ഇനി നമുക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 30 മിനിറ്റ് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. സോനാ മസൂരിയാണ് എടുത്തേക്കുന്നത്. ഇപ്പം ഞാൻ നല്ലപോലെ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് സോക്ക് ചെയ്ത് വെക്കാം, കുറച്ച് വെള്ളം ഒഴിച്ച്. ഇതൊരു 30 മിനിറ്റ്സ് നമുക്കിനി സോക്ക് ചെയ്യാം കേട്ടോ. ഇനി അടച്ചു വെക്കാം. കടായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി കേട്ടോ. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഒരു 5-6 ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 9-10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ഒരു പിടി പുതിനയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു പിടി മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാനാണ്. ഇത് നമുക്കിതൊന്ന് വെറുതെ ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. ഇത് നമുക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അരയ്ക്കുമ്പോഴേ കളറ് മാറാണ്ട് കറക്റ്റ് ഗ്രീൻ കളറിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ. ഇതിപ്പോൾ നല്ലപോലെ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം. കുക്കർ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 ബേ ലീഫ്, ഒരു 2 സ്റ്റാർ ആനീസ്, സിനമൺ സ്റ്റിക്ക്, ഒരു 3-4 ഏലക്ക, ഒരു ഇച്ചിരി ജാതിപത്രി, പിന്നെ ക്ലൗ. ഇത്ര ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ടൊരു 3 ഓണിയൻ സ്ലൈസ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാവേ. ഇനി നമുക്കിതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം, പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിനി ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം.
നല്ലപോലെ വഴറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന മസാല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഇതൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കാവേ. ഇനി മസാലയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഇറച്ചി കഷ്ണങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാനിപ്പം 1/2 hour ആണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇതിലോട്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 2 വിസിൽ കേൾപ്പിക്കാം കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി എയറൊക്കെ പോയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ. തുറക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ടിനി 3 ഗ്ലാസ് അരിയില്ലേ കുതിർത്ത് വെച്ചിരുന്നേ, അതിടാൻ പോവാണേ. ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വെറൈറ്റി ബിരിയാണിയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിലോട്ട് ഒരു നാരങ്ങ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് 3 ഗ്ലാസ് അരിയാണ്. അതിൽ ഞാനിപ്പം 5 ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. 6 ഗ്ലാസ് ഒഴിക്കേണ്ടത്. പക്ഷേ ഇത് ഇറച്ചിയിൽ വെള്ളം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനിപ്പോൾ 5 ഗ്ലാസ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. ഇതിലോട്ട് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഉപ്പ് മുമ്പിട്ട് നിൽക്കണേ വെള്ളത്തിനേക്കാളും. നല്ലപോലെ ഇതൊന്ന് ഇളക്കാം കേട്ടോ. ഇതിനെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെക്കാം. ഇതിനെ നമുക്ക് അടച്ചു വെച്ച് ഒരു 2 വിസിൽ കേൾപ്പിക്കാവേ. അപ്പോൾ നമുക്ക് എയർ പോയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമുക്കിത് തുറക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രീൻ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസ് ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല കേട്ടോ. താങ്ക് യു.